ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എനിക്കിന്ന് പറയാനുള്ളത്, നമ്മൾ ഗപ്പീനെ വളർത്തുന്ന വെച്ചവരാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഗപ്പീനെ വളർത്തുകയാണെങ്കിൽ ഈ രണ്ട് കാര്യം ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ കളർ ഫുഡ് ഫീഡ് ചെയ്യരുത്. നമ്മൾ നല്ല ലൈറ്റ് ഫുഡ് ഫീഡ് ചെയ്യണം. നല്ല മൊയിനയോ പിന്നെ കൂത്താടിയോ ഈ ലാർവാസ് പിന്നെ അതുപോലത്തെ സാധനങ്ങളൊക്കെ. കൂത്താടിയിൽ കിട്ടാൻ എളുപ്പമാർഗ്ഗം എന്ന് വെച്ചാൽ, ഒരു ബക്കറ്റിൽ വെള്ളം നിറയ്ക്കുക, കിണർ വെള്ളം. എന്നിട്ട് അതിൻ്റെ അകത്ത് പഴത്തൊലിയോ ഉണങ്ങിയ വാഴയിലയോ ഇതൊക്കെ ഇട്ട് വെച്ചിട്ട് ഒരു 7 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂത്താടിയെ കിട്ടും. പിന്നെ അത് കൊടുക്കുക. മൊയ്ന കൾച്ചറിംഗ് എന്ന് വെച്ചാൽ മൊയ്നേനെ കടയിൽ നിന്ന് മേടിക്കണം. എന്നിട്ട് ഒരു മൊയ്നയ്ക്ക് ഏകദേശം ഒരു 20 രൂപ ഒക്കെ വരും. എന്നിട്ട് മേടിക്കുക. എന്നിട്ടൊരു ബക്കറ്റിൽ ഇടുക. ഓരോ ദിവസം കഴിയുമ്പോൾ ഈസ്റ്റ് ഓരോ തുള്ളി വെച്ച് ഇടുക. കൂടുതലാകുമ്പോൾ ഇച്ചിരി ഈസ്റ്റ് ഒഴിച്ച് കൊടുക്കുക. അതാകുമ്പോൾ നമുക്ക് മൊയ്ന ഇഷ്ടംമാതിരി പെറ്റ് പെരുകും. പിന്നത്തെ കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ വാട്ടർ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കല്ലുപ്പില്ലേ, കല്ലുപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ നിങ്ങൾ വാട്ടർ ചേഞ്ച് കഴിഞ്ഞിട്ട് ഈ അരിപ്പയില്ലേ പിടിക്കണം, അരിപ്പ അതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പൊട്ടാസ്യം പെർമനേറ്റ് മെഡിക്കൽ സ്റ്റോറിൽ കിട്ടും. 10 രൂപ കണ്ടുള്ളൂ. ഒരു ഇത്ര ഉള്ളൊരു ടിന്നുള്ള ഒരു പാക്കറ്റ് ഉണ്ട്, അതിൻ്റെ അകത്ത് 10 രൂപ കണ്ടുള്ളൂ. മാക്സിമം കിട്ടും. അതിൻ്റെ അകത്ത് ഇച്ചിരി ഇടുക, കൂടി പോരുത്, ഇച്ചിരി ഇടുക. എന്നിട്ട് ഗപ്പീനെ വേണമെങ്കിൽ വാലട്ടൽ എന്ന് പറയുന്ന ഗപ്പിയൊക്കെ ഉണ്ടാവും, വാലട്ടൽ പിടിച്ച ഗപ്പിയൊക്കെ ഉണ്ടാവും. അതിനെ വാലട്ടൽ പിടിച്ച ഗപ്പിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ടെയിലൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് പൊട്ടാസ്യം പെർമനേറ്റ് മുക്കി മാറ്റി വയ്ക്കുക. എന്നിട്ട് വാട്ടർ ചേഞ്ച് ചെയ്ത് നിങ്ങൾ കല്ലുപ്പ് ഇട്ട് കൊടുക്കുക. കല്ലുപ്പൊക്കെ കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. പിന്നെ മെഡിക്കൽ സ്റ്റോറിൽ ഞാൻ പറഞ്ഞില്ലേ പൊട്ടാസ്യം പെർമനേറ്റ്, അത് മേടിക്കാൻ കിട്ടും. അത് നിങ്ങൾ മേടിച്ചിട്ട് ഒരു ബക്കറ്റിൽ ഇട്ടിട്ട് ഇച്ചിരി ഇടുക. എന്നിട്ട് വെള്ളം ഒഴിക്കുക. എന്നിട്ട് അരിപ്പയും നമ്മൾ ഇട്ട് വെച്ച പാത്രവും എല്ലാം ഒന്ന് നന്നായിട്ട് വരച്ച് കഴുകുക. പിന്നെയെന്ന് വെച്ചാൽ നിങ്ങൾ ഗപ്പീനെ മേടിക്കുമ്പോൾ അതിൻ്റെ വാല് കൂടിയിട്ടുണ്ടെങ്കിൽ, വാലെന്ന് വെച്ചാൽ മാക്സിമം ഒരു വാലിൻ്റെ പകുതിക്ക് വരാമുള്ളൂ. കൂടിയിട്ടുണ്ടെങ്കിൽ നല്ല ആടി പോണ വാലൊക്കെ ആണെങ്കിൽ, നല്ലോണം ആടി അത് പോണ വാലൊക്കെ ആണെങ്കിൽ അതിന് ഫീഡ് എടുക്കാൻ ഭയങ്കര പാടായിരിക്കും. ഫീഡ് എടുക്കാൻ വരുമ്പോൾ അതിന് താഴത്തേക്ക് വലിച്ചുകൊണ്ട് പോകും. അപ്പോൾ നിങ്ങൾ വാലൊന്ന് ടിഷ്യൂ പേപ്പറിൽ വെച്ചിട്ട് അതൊന്ന് ടിഷ്യൂ പേപ്പർ ഒന്ന് നനച്ച് വെച്ചിട്ട് ഗപ്പീനെ അതിൻ്റെ അകത്ത് വെച്ചിട്ട് ഒന്ന് വാലൊന്ന് ഇച്ചിരി കട്ട് ചെയ്ത് കൊടുക്കുക. ഇച്ചിരി മതി, കൂടുതലായി പോരുത്. ആ തുള്ളി അറ്റത്തായിട്ട് ഇച്ചിരി കടിച്ച് കൊടുക്കുക. ഇത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. പീസ് ഔട്ട്.